തപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടിമാരെക്കുറിച്ചായിരുന്നു. നാടക നടിമാർ വിനോദിനി ദാസി, അതേപോലെ താരസുന്ദരി, പിന്നെ അവരുടെ ഒപ്പം പിന്നെ വരുന്ന മൂന്നാമത്തെ ആളാണ് തിങ്കരി. അപ്പം ഇവരുടെ ഭക്തിയുടെ ഒരു ഭാവം അല്ലെങ്കിൽ പ്രകടനം എന്ന് പറയുന്നതിന് വളരെ വ്യത്യസ്തമാണ് ഈ മൂന്ന് പേരും സ്വീകരിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ മൂന്ന് പേരും ആ ഈശ്വരീയ ഭാവത്തോടുള്ള അവരുടെ ആ അടുപ്പം പ്രകടമാക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. അതിലിപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ വിനോദിനി സംബന്ധിച്ചിടത്തോളം ഭഗവാനെ നേരിട്ട് കണ്ട് നേരിട്ട് അനുഗ്രഹം ലഭിച്ച ആളാണ്. താരസുന്ദരിക്കും തിങ്കരിക്കും അതിന് സാധ്യമായില്ല. എന്നാൽ മാതൃദേവിയുടെ അനുഗ്രഹം കിട്ടിയവരാണ്. താരസുന്ദരിയോളം താരസുന്ദരിയാണ് നമ്മൾ ഭഗവാനെയും കൂടെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവസാനം ഭഗവാന് വേണ്ടി തൻ്റെ വാസസ്ഥലത്ത് അവസാനത്തെ താമസിക്കാനായിട്ട് തിരഞ്ഞെടുത്ത ആ സ്ഥലത്ത് ഭഗവാന്റെ മുന്നിൽ, ആ ചിത്രത്തിന് മുന്നിൽ നൃത്തം ചെയ്യുകയും ഭഗവാന് വേണ്ടി പാടുകയും ഒക്കെ ചെയ്തുകൊണ്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നാടകത്തിൽ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുക. തിങ്കരിയും ഈ തരത്തിൽ ഒരുപാട് മറ്റുള്ളവരെ പോലെ തന്നെ ഏറ്റവും കൂടുതൽ കാലം നാടക മേഖലയിൽ ഒരുപാട് ഉന്നതമായ ഒരു തലത്തിലെത്തിയവരാണ് നാടക നടി എന്നുള്ള നിലയിൽ. അപ്പോൾ തിങ്കരിയെ സംബന്ധിച്ചിടത്തോളം മാതൃദേവിയുടെ വലിയ ഭക്തയായിട്ടാണ് തിങ്കരി അവസാനം പരിണമിക്കുന്നത്. കാരണം തിങ്കരി അന്നത്തെ കാലത്ത് കൽക്കട്ടയിലെ വിവിധ നാടക സമിതികളുമായിട്ട് സഹകരിച്ച് ധാരാളം നാടകങ്ങളിൽ നിരന്തരം അഭിനയിക്കുകയൊക്കെ ചെയ്തെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളവും അവർ ശാരദാദേവിയുടെ അടുത്ത് ചെല്ലുന്നത് കുറെ കൂടെ വൈകിട്ടാണ്. പ്രത്യേകിച്ച് നാടക മേഖലയിൽ നിരന്തരം ഉണ്ടായ ആ അഭിനയവും ആ വളരെ ശ്രമകരമായ അല്ലെങ്കിൽ വളരെ ശാരീരികമായ ക്ലേശം അനുഭവിക്കുന്ന ഒരു ജീവിത ശൈലി അവർക്കുണ്ടായി. അവർ ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ നാടക സമിതിയിൽ വെച്ച് അവർ ചോദിച്ചൊരു ചോദ്യം, കഴിഞ്ഞ അവർ ചോദിച്ച ചോദ്യം, അതായത് തിങ്കരിയും താരസുന്ദരിയും കൂടെ ഒരുമിച്ചാണ് ആ ക്യാമ്പിലുണ്ടായിരുന്ന സമയത്ത് ഗിരീഷ് ചന്ദ്ര ഘോഷ് നടന്മാർക്ക് വേണ്ടിയും നടിമാർക്ക് വേണ്ടിയും മറ്റ് സാങ്കേതിക വിദഗ്ധർക്കൊക്കെ വേണ്ടി റിഹേഴ്സൽ ക്യാമ്പാണ് നടത്തുന്നതെങ്കിലും അതിൻ്റെ പ്രധാന ഉദ്ദേശം ഈശ്വരോന്മുഖമായ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുകയും അവരിൽ കൂടുതൽ ഭക്തി നിറയ്ക്കുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ഗിരീഷ് ചന്ദ്ര ഘോഷ് ചെയ്തിരുന്നത്. അതിലൂടെയാണ് അതൊരു സാധനാമാർഗം. ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ നാടക വേദി എന്ന് പറയുന്നത് ഒരു തരത്തിൽ ഒരു സാധനാമാർഗം കൂടിയാണ്. ഒരു സന്യാസിയുടെ ജീവിതത്തിന് തത്തുല്യമായ തരത്തിലാണ് ഗിരീഷ് ചന്ദ്ര, അല്ലെങ്കിൽ ഒരു സന്യാസ മഠത്തിനകത്തെ ജീവിത രീതികൾ ശൈലികളും ഒക്കെ തന്നെയാണ് ഒരു നാടക വേദിയിലും ആ ക്യാമ്പിലുമെല്ലാം ഗിരീഷ് ചന്ദ്ര ഘോഷ് അവലംബിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്താണ് തിങ്കരി ചോദിച്ചത്, ഞങ്ങളെപ്പോലുള്ളവർക്ക് എങ്ങനെ ഈ മോചനം കിട്ടും എന്ന് ചോദിച്ചപ്പോഴാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ള പാഠങ്ങളെല്ലാം ഗിരീഷ് ചന്ദ്ര ഘോഷ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ആ ഒരു ഉള്ളിൽ കണ്ടുകൊണ്ടാണ് തിങ്കരി പിന്നീട് തൻ്റെ നാടകീയ ജീവിതം മുന്നോട്ട് പോയപ്പോൾ സ്വയം തന്നെ തോന്നിത്തുടങ്ങി, ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെ നാടകം അഭിനയിക്കുന്നത്, ആർക്ക് വേണ്ടിയാണ് ഈ പണം സമ്പാദിക്കുന്നത് എന്നുള്ള ഒരു തോന്നൽ. സ്വന്തം ശരീരത്തോടും സ്വന്തം ജീവിതത്തോടും തിങ്കരിക്ക് വല്ലാത്ത അവജ്ഞ തോന്നി.
അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു പ്രത്യേക തരത്തിലുള്ള ഈ ഒരു നിരർത്ഥകമാണിത് എന്നുള്ള ഒരു സാഹചര്യം. അത് ഈ 3 നടിമാരുടെ കാര്യത്തിലും പ്രത്യേകിച്ച് നമ്മളത് കാണുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം വേദിയിൽ ഇവർ അണിയുന്ന വേഷങ്ങൾ എന്ന് പറയുന്നതും ഇവരുടെ ജീവിതവും തമ്മിൽ വളരെ വ്യത്യസ്തമാണ്. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമല്ല വേദിയിൽ ഇവർ നാളെങ്കിലും ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ഈ നാടകം എന്ന് പറയുമ്പോൾ ഒരു ദിവസം 2ഉം 3ഉം നാടകവേദികളുണ്ടാകും. അപ്പോൾ ഈ 3 നാടകവേദികൾ ഒരു ദിവസം വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് അഭിനയിക്കുക. അപ്പോൾ ജീവിതത്തിൽ ഒരു ദിവസത്തിൻ്റെ ഭൂരിഭാഗവും ഇവരായിട്ടല്ല ജീവിക്കുന്നത്, മറിച്ച് മറ്റു പല വേഷങ്ങളായിട്ടാണ് ജീവിക്കുക. അതുകൊണ്ടാണ് ഇവർക്ക് മടുപ്പുണ്ടായി തുടങ്ങിയത്. സ്വയം അവനവനായി ജീവിക്കാൻ കഴിയാത്തത് കൊണ്ടുള്ള ഒരു അവസ്ഥ വന്നതുകൊണ്ടാണ് അവർക്ക് ആ മടുപ്പ് തോന്നിയത്. ഇതാണ് തിങ്കരിക്കും ഒടുവിൽ തോന്നിയത്. അങ്ങനെയാണ് തിങ്കരി മാതൃദേവിയെ കാണാനായിട്ട് ഉദ്ബോധനിൽ താമസിക്കുമ്പോഴാണ്, മാതൃദേവി അക്കാലത്ത് ഉദ്ബോധനിൽ മുകളിലത്തെ നിലയിൽ താമസിക്കുന്ന ഘട്ടത്തിലാണ് തിങ്കരി അമ്മയെ കാണാനായിട്ട് അവിടെ ചെല്ലുന്നത്. എന്നിട്ട് അമ്മയോട് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തതാണ്. അമ്മയോട് ചോദിച്ചു, അമ്മേ ഞാൻ ഒരു പാട്ട് പാടിക്കൊള്ളട്ടെ എന്ന് ചോദിച്ചു. അപ്പം അമ്മയ്ക്ക് വലിയ സന്തോഷമാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, ഈ വില്ലോമംഗൽ താക്കൂർ എന്ന് പറയുന്നൊരു നാടകം അക്കാലത്ത് ഗിരീഷ് ചന്ദ്ര ഘോഷ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നു. വില്ലോമംഗൽ താക്കൂർ അത് ആ നാടകത്തിലെ പ്രധാന റോളിലും തിങ്കരിയായിരുന്നു. അപ്പം അതിലെ ഒരു ഗാനമാണ് മാതൃദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതിന് കാരണം മാതൃദേവി ഈ നാടകം കാണാനായിട്ട് പോയിരുന്നു. അപ്പോൾ ഈ നാടകം കാണാൻ പോയപ്പോൾ ഈ ഗാനം അമ്മയ്ക്ക് വലിയ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അമ്മ തന്നെ എടുത്ത് പറഞ്ഞു, ഈ നാടകത്തിലെ ഈ പാട്ട് ഒന്ന് പാടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഉദ്ബോധനിൽ വെച്ച് മാതൃദേവിക്ക് വേണ്ടിയിട്ട് തിങ്കരി ആ പാട്ട് പാടുകയാണ്. അപ്പോഴുണ്ടായ ഒരു അവസ്ഥയെക്കുറിച്ച് വർണ്ണിക്കുന്നത്, അത് ആ സാഹചര്യത്തെക്കുറിച്ച് വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് തിങ്കരി പാടാൻ തുടങ്ങുമ്പോൾ ഒരാൾ പാടുകയല്ല ചെയ്യുന്നത്, ഒരു ഗാനം എവിടെ നിന്നോ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഒഴുകി വരുന്ന പോലെ ഒരാൾ പാടുന്നു എന്നൊരു തോന്നലല്ല അവിടെ ഉണ്ടായത്. തിങ്കരി ഇരിക്കുന്നു, പാടുന്നു എങ്കിൽ പോലും ഒരു 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 അഭൗമമായ സംഗീതം എവിടെ നിന്നോ ഒഴുകിയെത്തുന്നത് പോലെ. അപ്പോൾ മാതൃദേവി ഈ സന്ദർഭത്തിൽ ഭഗവാന്റെ ചിത്രം വച്ചിരിക്കുന്ന ആ പൂജാമുറിയുടെ, മാതൃദേവി ഇരിക്കുന്ന ആ മുറിയിൽ ഭഗവാന്റെ ചിത്രം വെച്ചിട്ടുണ്ട് പൂജാമുറി. ആ ചിത്രത്തിലേക്ക് നോക്കി മാതൃദേവി ഒരു ധ്യാനാവസ്ഥയിൽ കണ്ണിങ്ങനെ തുറന്നിരിക്കുകയാണ്. കണ്ണടച്ചല്ലായിരിക്കുന്നത്, കണ്ണ് തുറന്ന് എന്തോ കാണുന്നുണ്ട്. പക്ഷേ എന്നാൽ അത് ആ പ്രസൻറ്റ് സിറ്റുവേഷനിലെ ഒരു കാര്യവുമല്ല കാണുന്നതെന്ന് കാണുന്നവർക്ക് ബോധ്യപ്പെടും. അങ്ങനെ എവിടെയാണ് നോക്കുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല. എന്നാൽ ഭഗവാനെ നോക്കിയിട്ടാണ് മാതൃദേവി ഇരിക്കുന്നത്. അപ്പം കണ്ണുകളിൽ നിറച്ച് ഈ കണ്ണീർ വന്നങ്ങനെ തുളുമ്പി നിൽക്കുകയാണ് അമ്മയുടെ. ആ സമയത്താണ് ഈ തിങ്കരിയുടെ ഗാനം ഇങ്ങനെ തുടരുന്നത്. അപ്പോൾ ആ സമയത്ത് ഉദ്ബോധനൻ്റെ ഒരു സാഹചര്യം പറയും. ആ ഉദ്ബോധനെ കുറിച്ചൊരു വർണ്ണനയുണ്ട്, അത് വളരെ രസകരമാണ്. ഉദ്ബോധനിൽ മറ്റ് ഭാഗങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന, ഈ ക്ലറിക്കൽ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ അവിടുത്തെ കണക്കൊക്കെ നോക്കുന്ന ആളുകൾ ഓഫീസിൽ, അവരെല്ലാം പേന താഴെ വെച്ചു. എന്നിട്ട് അവരെല്ലാം അവരറിയാതെ തന്നെ മുകളിലത്തെ നിലയിലേക്ക് വരാൻ തുടങ്ങി. ശാരദാനന്ദ സ്വാമികൾ എന്തോ കാര്യമായി എഴുതിക്കൊണ്ടിരുന്നതാണ്. ആ എഴുതിയത് നിർത്തി ശാരദാനന്ദ സ്വാമികളും മുകളിലേക്ക് വന്നു. അതേപോലെ തന്നെ പിന്നീട് ഗോലാത്മ അവിടെ അടുക്കളയിൽ മറ്റ് പാചകക്കാരുടെ കൂടെ ഇരുന്ന്, ഗോലാത്മ അല്ല, യോഗിന്മ പാചകശാല അടുക്കളയിൽ പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതെല്ലാം നിർത്തിവെച്ചിട്ട് അവിടുത്തെ പാചകക്കാരുൾപ്പെടെയുള്ളവരെല്ലാവരും മുകളിലത്തെ നിലയിലേക്ക് അങ്ങ് പ്രവഹിക്കുകയായിരുന്നു. അവരറിയാതെ തന്നെ ഈ സംഗീതത്തിൻ്റെ വഴിയെ അവരെല്ലാം മുകളിലേക്ക് വരികയായിരുന്നു. എന്നിട്ട് അവിടെ വന്ന് അവരെല്ലാം കൂടി നിൽക്കുമ്പോഴാണ് അവരും കാണുന്ന കാഴ്ച ഇതാണ്. തിങ്കരി ഈ പാട്ടിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നു. അമ്മ ഭഗവാന്റെ ആ ചിത്രത്തിലേക്ക് നോക്കി ഇങ്ങനെ
കണ്ണ് തുറന്നിരുന്നു കൊണ്ട് അമ്മ പ്രാർത്ഥനാനിരതയായ പോലെ അമ്മ അങ്ങനെ നിശ്ചലയായിട്ട് അവിടെ ഇരിക്കുന്നു, പാട്ടങ്ങനെ നടക്കുന്നു. ഈ ഒരു സാഹചര്യം ഇതിങ്ങനെ വളരെ സുദീർഘമായൊരു പാട്ടാണത്. ആ പാട്ട് എന്ന് പറയുന്നതിൻ്റെ അതിൻ്റെ ഒരു അർത്ഥം സൂചിപ്പിക്കുന്നത് കൃഷ്ണനെ വിളിച്ചാണ് പാടുന്നത്. കൃഷ്ണനെ വിളിച്ചാണ് പാടുന്നത്. അപ്പോൾ കൃഷ്ണ, നീ ഈ യാത്രയിൽ നീ എൻ്റെ കയ്യിൽ പിടിക്കണം, നീ എൻ്റെ കയ്യിൽ പിടിക്കണം, എന്നിട്ട് എന്നെ നീ നടത്തണം എന്ന അർത്ഥം വരുന്ന തരത്തിലുള്ള വരികളാണ്. അതാണ് ആ പാട്ടിൻ്റെ ആകത്തുകയുള്ള അർത്ഥം. ഈ പാട്ടാണ് തിങ്കരി പാടുന്നത്. അപ്പം അവിടെ നിറഞ്ഞു നിന്ന് ആ കൂടി നിന്നവർക്കെല്ലാം ഭക്തിയുടെ വലിയൊരു അവസ്ഥയിലേക്കാണ് അവർ അങ്ങ് എത്തിച്ചേർന്നത്. അങ്ങനെ പാട്ട് കുറച്ച് നേരം ആ പാട്ടങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ആ പാട്ട് അവസാനിച്ചു. ആ പാട്ട് അവസാനിച്ചപ്പോൾ അമ്മ പിന്നെയും ഭഗവാന്റെ ആ ചിത്രത്തിലേക്ക് നോക്കി തന്നെ അങ്ങനെ വളരെ നിശ്ചലമായിട്ട് അമ്മ ഇരിക്കുകയാണ്. കണ്ണുകൾ തറപ്പിച്ചങ്ങനെ നോക്കി അങ്ങനെ ഇരിക്കുക. പതുക്കെ അമ്മ ആ ഭാവാവസ്ഥയിൽ നിന്ന് പതുക്കെ 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 മോചിതയായി ആ അന്തരീക്ഷത്തിലേക്ക് മടങ്ങി വന്നു അമ്മ. എന്നിട്ട് തിങ്കരിയെ ഇങ്ങനെ കൈകൊണ്ടിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട്, മോളെ, എനിക്കിത് നിൻ്റെ ഈ പാട്ട് കേട്ടിട്ട് എനിക്ക് എന്തെന്നില്ലാത്തൊരാനന്ദമാണ് ഉണ്ടായത്. എനിക്ക് ആ മോളുടെ ആ പാട്ട് കേട്ടിട്ട് എനിക്ക് എന്തെന്നില്ലാത്തൊരു ആനന്ദമാണ് ഉണ്ടായത്. എന്നിട്ട് പറഞ്ഞു, നീ എത്ര ഭംഗിയായിട്ടാണിത് പാടുന്നത്. ഞാൻ ഒരു ഉറപ്പ് ഞാൻ നിനക്ക് തരാം, നിന്റെ ഈ കല നിനക്ക് ജീവിതാവസാനം വരെ നിനക്കൊരു കോട്ടവും വരുത്താത്ത വിധം നിന്നെ സംരക്ഷിക്കും. അങ്ങനെ ഒരു വരദാനമാണ് മാതൃദേവി തിങ്കരിക്ക് കൊടുക്കുന്നത്. മറ്റ് 2 പേർക്കും അങ്ങനെ ഒരു ഭാഗ്യമല്ലായിട്ട് ഇത് തിങ്കരിയോട് മാതൃദേവി കൊടുത്ത ഒരു വരം പോലെയാണ്. ഒരു കാരണവശാലും നിനക്ക് നിൻ്റെ ഈ അഭിനയം അല്ലെങ്കിൽ നിൻ്റെ ഈ പ്രൊഫഷൻ, കലാകാരി എന്ന പ്രൊഫഷനിൽ നിനക്കൊരിക്കലും മടുപ്പുണ്ടാവില്ല, അല്ലെങ്കിൽ വിഷമം ഉണ്ടാവില്ല. നിനക്ക് ജീവിത അവസാനം വരെ ഇത് നിനക്കെപ്പോഴും സജീവമായ അവസ്ഥയിൽ തുടരും എന്നാണ്. തിങ്കരിയുടെ ജീവിതം ആ നിലയ്ക്ക് പിന്നീട് നമ്മൾ അറിയുന്നുണ്ട്. തിങ്കരി അവസാനം വരെ ജീവിത അവസാനം വരെ അഭിനയിക്കുന്നുണ്ട്. ആ അഭിനയത്തിൽ നിന്ന് തിങ്കരി എപ്പോഴൊക്കെയോ പിന്മാറണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിലും വിശ്രമിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴെല്ലാം തിങ്കരി വീണ്ടും വീണ്ടും ഏതോ ഒരു ശക്തി തിങ്കരിയെ തിരിച്ച് നാടകവേദിയിലേക്ക് എത്തിക്കുന്നത് പോലെയായിരുന്നു. അങ്ങനെ ജീവിതാവസാനം വരെയും തിങ്കരി നാടക മേഖലയിൽ സജീവമായി നിലനിന്നു എന്നുള്ള അതിൻ്റെ ഏറ്റവും വലിയ കാര്യം, ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞപ്പോൾ ഇവർക്ക് പ്രധാന റോളുകളിൽ എല്ലാ രംഗത്തും ഒക്കെ വന്ന് അഭിനയിക്കാൻ, അല്ലെങ്കിൽ സുദീർഘമായി അഭിനയിക്കാനുള്ള അവരുടെ ആ ശേഷി, അവരുടെ ആ ഒരു ആരോഗ്യസ്ഥിതി വളരെ മോശമായിരുന്നു. കാര്യം തിങ്കരി വളരെ ഉയർന്ന തലത്തിൽ ഡയബറ്റിക് പേഷ്യൻ്റ് ആയിരുന്നു. അതുകൊണ്ട് അവർക്കത് കൂടുതൽ നേരം വേദിയിൽ നിൽക്കാനോ ഉള്ള ശേഷിയൊക്കെ നഷ്ടപ്പെട്ടിരുന്നെങ്കിലും അവർ അഭിനയിക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ ഗിരീഷ് ചന്ദ്ര ഘോഷ് പറഞ്ഞു, ഇനി വിശ്രമിക്കൂ എന്ന് ഗിരീഷ് ചന്ദ്ര ഘോഷ് തിങ്കരിയോട് പറഞ്ഞപ്പോഴും, ഇല്ല, അമ്മ എന്നോട് പറഞ്ഞത് അവസാന നിമിഷം വരെയും ഈ കലയുമായി മുന്നോട്ട് പോകണം, ഈ വേദിയിൽ നീ ഉണ്ടാകണം, നിനക്കതിനുള്ള അനുഗ്രഹമുണ്ടെന്ന് അമ്മ പറഞ്ഞ സ്ഥിതിക്ക് ഇനി എനിക്ക് വിശ്രമം എന്നൊന്നില്ല. വിശ്രമം എന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ അവസാന വിശ്രമം മാത്രമേ എനിക്കുള്ളൂ. അതുവരെ ഈ നാടകവേദിയിൽ ഞാൻ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അത് പൂർണ്ണമായി മനസ്സിലാക്കിയ ഗിരീഷ് ചന്ദ്ര ഘോഷ് പിന്നീട് കൊച്ചു കൊച്ചു റോളുകൾ, വളരെ അപ്രധാനമായ ചില ചെറിയ റോളുകൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് ചിലതൊക്കെ എഴുതി ചേർക്കും നാടകത്തിൽ. കാരണം ഇവരൊരു വലിയ സുപ്രധാന നടിയാണ്. അപ്പോൾ ഇവരെ അവതരിപ്പിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മോശപ്പെട്ട ചെറിയ റോളാണെങ്കിൽ പോലും മോശപ്പെട്ട റോളിൽ അഭിനയിപ്പിക്കാൻ പറ്റില്ല, അത് പ്രേക്ഷകർ അനുവദിക്കില്ല. അപ്പോൾ ഇവരുടെ ആ ശാരീരിക ക്ലേശമില്ലാത്ത വിധം ഇവർക്ക് വളരെ ചെറിയ റോളെന്ന് പറയുമ്പോൾ അത് മിക്കവാറും പാടാനുള്ള ഒരു റോളായിരിക്കും. ആ നാടകത്തിൽ ഏതെങ്കിലും ഒരു പാട്ടാണ് ഇവർ പാടുക. അതവിടെ എവിടെയെങ്കിലും ഇരുന്ന് ആ നാടകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവരിരുന്ന് പാടുന്നതായിട്ടായിരിക്കും. അത് മതി പ്രേക്ഷകനെ സംബന്ധിച്ച്. ഈ പാട്ടിൽ മുഴുകാൻ വേണ്ടി മാത്രമാണ് ആ കാലത്ത് ഈ ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ നാടകവേദിയിൽ, ആ നാടക ഹാളിലേക്ക്
അന്നത്തെ ആ ജനങ്ങൾ ഒഴുകി എത്തിക്കൊണ്ടിരുന്നത് തിങ്കരിയുടെ ഒരു 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 റോളിൽ വരുന്ന ഒരു നേരം മാത്രം വന്നു പോകുന്ന ആ പാട്ടുപാടുന്ന രംഗം കേൾക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. അത്രമാത്രം അമ്മയുടെ ഒരു വലിയ അനുഗ്രഹം. അപ്പോൾ തിങ്കരിയും അത് നേരത്തെ ഭഗവാന് മുന്നിലാണ് ഞങ്ങൾ ഇത് അവതരിപ്പിക്കുന്നതെന്ന് വിനോദിനി ദാസിയൊക്കെ പറഞ്ഞ പോലെ തന്നെ. കാര്യം മുൻവശത്തുള്ള ആ ഡ്രസ് സർക്കിൾ അല്ലെങ്കിൽ ആ ബോക്സ് സർക്കിൾ അല്ലെ, ബോക്സ് എന്ന് പറയുന്നത്, അതിനകത്തെ ആ സീറ്റിൽ, പ്രധാന സീറ്റിൽ മുൻവശത്ത് ഭഗവാൻ ഇരിക്കുന്നു എന്നുള്ള സങ്കല്പത്തിൽ വിനോദിനി ദാസിയൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ അമ്മയ്ക്ക് ഈ ഉദ്ബോധനയിൽ വെച്ച് എങ്ങനെയാണോ അമ്മയുടെ മുമ്പിലിരുന്നത്. അപ്പോൾ ഒരിക്കൽ പോലും പിന്നീട് നമ്മുടെ ഗിരീഷ് ചന്ദ്ര ഘോഷും പറഞ്ഞിരുന്നു, തിങ്കരിക്ക് ഈ പാടാനുള്ള ഒരു അവസരം, പാടാനുള്ള ഒരു സമയം നാടകത്തിൽ എപ്പോഴെങ്കിലും അത് കൊടുക്കുമ്പോൾ തിങ്കരി ആ നാടകവുമായി ബന്ധപ്പെട്ടല്ലായിരുന്നു പാടുന്നതെന്നാണ് പറയുന്നത്. തിങ്കരിയുടെ ഭാവവും ഇരിപ്പും എല്ലാം ഉദ്ബോധനയിൽ അമ്മയുടെ അടുത്തിരിക്കും പോലെയാണ്. അമ്മയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പാടുന്നതെന്നുള്ള ആ ഒരു ഫീൽ ആ കാണുന്നവർക്കും ഉണ്ടായി എന്നാണ് പറയുന്നത്. അതായിരുന്നു ആ ഇത്. ഏതാണ്ട് 1903 മുതൽ 1903 തിങ്കരി ഈ തരത്തിൽ അഭിനയ രംഗത്തുനിന്ന് പിന്മാറണമെന്ന് ആഗ്രഹിച്ചത്. പക്ഷേ പിന്നീട് 1910 വരെ നിരന്തരം അവർ വേദിയിൽ നിറഞ്ഞു നിന്നു. അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത്, ഇനി പൂർണ്ണ വിശ്രമം ആവശ്യമാണ്, ഇത്തരത്തിൽ മുന്നോട്ട് പോകരുത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് എല്ലാവരുടെയും നിർബന്ധപ്രകാരം 4 മാസത്തെ ഒരു ലീവ് എടുത്തിട്ട്, നാടകവേദിയോട് അല്പം ലീവ് നിർബന്ധം കൊണ്ട് എല്ലാവരും നിർബന്ധിച്ചു, അല്പം വിശ്രമിച്ചിട്ട് ഈ നാടകം പിന്നീട് തുടരാം എന്നുള്ള മട്ടിൽ. അങ്ങനെ 4 മാസം വാരണാസിയിൽ വിശ്രമജീവിതത്തിന് പോകുന്നുണ്ട് തിങ്കരി. അപ്പോഴാണ് അവിടെ ചെന്ന് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അവർ ചിന്തിച്ചത്, ഈ ശരീരം നശിക്കുന്നത് കൊണ്ട് ആർക്കാണൊരു നഷ്ടം, അല്ലെങ്കിൽ ആർക്കാണൊരു ദുഃഖം? ഈ ശരീരത്തെയോ ഈ തൻ്റെ ജീവിതത്തെയോ പ്രതീക്ഷിക്കുന്ന ആരും തന്നെ ഈ ലോകത്തില്ല. അതുകൊണ്ട് താൻ ഈ ലോകത്തില്ലാത്തത് കൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പം തൻ്റെ ജീവിതം നിലനിൽക്കണം എന്നുള്ള ആഗ്രഹം ഈ ലോകത്ത് ആർക്കുമില്ല. അപ്പം അങ്ങനെയുള്ളൊരു ജീവിതത്തിൽ താൻ എന്തിനാണ് ഇനി വിശ്രമിച്ച് ഇവിടെ വീണ്ടും ഒരു വിശ്രമം, ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി ഒരു വിശ്രമത്തിൻ്റെ ആവശ്യമില്ല എന്ന് തിങ്കരിക്ക് ബോധ്യപ്പെടുക. അങ്ങനെയാണ് തിങ്കരി തിരിച്ച് വീണ്ടും നാടക മേഖലയിലേക്ക് വീണ്ടും വരികയാണ്, ആ നാടകവേദിയിലേക്ക് തിരിച്ചു വരികയാണ്. തൻ്റെ അഭിനയം കണ്ട് കൈയടിക്കുന്നവർ തനിക്കെന്ത് സംഭവിച്ചാലും അവർക്കൊന്നുമില്ല എന്ന് തിങ്കരിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ആ വിശ്രമം വേണ്ടെന്ന് വെച്ച്. അങ്ങനെയാണ് അവർ കൽക്കട്ടയിലേക്ക് വീണ്ടും മടങ്ങി വന്നു. വാരണാസിയിൽ നിന്ന് വിശ്രമജീവിതം വേണ്ട എന്ന് വെച്ചിട്ട് അവർ തിരിച്ചു വന്ന സമയത്ത് അവരുടെ കൽക്കട്ടയിൽ വന്ന സമയത്താണ് അവർ യാദൃച്ഛികമായി അവർ താമസിക്കുന്ന ആ കെട്ടിടത്തിൻ്റെ മുകളിലത്തെ നിലയിലെ ജനലിലൂടെ ഇവർ താഴെ തെരുവിലേക്ക് നോക്കുമ്പോൾ ഒരു ബൗൾ ഗായകൻ, ഒരു കുട്ടി, പ്രായം വളരെ കുറവുള്ള ഒരു പ്രായം കുറഞ്ഞ ഒരു കുട്ടിയുടെ ഒരു ബാലൻ എന്ന് വേണമെങ്കിൽ പറയാം, ബാലനായ ഒരു ബൗൾ ഗായകൻ തെരുവിലൂടെ ഇങ്ങനെ പാടി നൃത്തം ചെയ്ത് പോകുന്നു. അപ്പോൾ ഈ ബൗൾ സംഗീതം ബംഗാൾ പാരമ്പര്യം അറിയുന്ന അവർക്കറിയാം, അതൊരു പ്രത്യേക തരം ഒരു അവധൂത ജീവിതമാണത് ബൗൾ ഗായകർ എന്ന് പറയുന്നത്. കാവ്യൊക്കെ കൊടുത്ത് അവരുടെ കയ്യിൽ ഏക്താര എന്ന് പറയുന്ന ഒറ്റ കമ്പിയുള്ള ഒരു വീണ അവരുടെ കയ്യിൽ കാണും. അതിന് ഒറ്റ കമ്പിയേ ഉള്ളൂ, അത് ഒറ്റ കമ്പിയിലുള്ള ഒരു വീണയാണ് ഒന്ന്, അതൊരു കയ്യിൽ കാണും. കൂടാതെ അരയിൽ ചിലപ്പോൾ ഒരു തബല പോലുള്ളൊരു വാദ്യോപകരണം അരയിൽ കെട്ടിക്കാണും. അപ്പോൾ ഒരു കൈ കൊണ്ട് ഈ ഒറ്റ കമ്പി ആ വീണയിൽ ഒരു കൈ കൊണ്ട് വീണ മീട്ടും, ഇടത്തെ കൈ കൊണ്ട് അരയിൽ കെട്ടിയിരിക്കുന്ന തബലയിൽ വായിക്കും. കൂടാതെ അവരുടെ കയ്യിലും 2 കൈകളിലും 2 കാലിലും ചിലങ്ക കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ചിലങ്ക കാൽപാദങ്ങൾ ഒരു പ്രത്യേക താളത്തിൽ ചലിപ്പിക്കുമ്പോൾ ആ ചിലങ്കയുടെ ശബ്ദവും വരും. ഇപ്പോൾ ഏതാണ്ട് ഒരു വലിയ സംഗീതമേള നടക്കുന്നതെല്ലാം ഒരാൾ ചെയ്യും, അതാണ് അതിൻ്റെ വ്യത്യാസം. എന്നിട്ട് ഇവർ ഇങ്ങനെ പാട്ടുപാടും. ഇവർ പാടുന്നത് മുഴുവനും മിക്കവാറും ഭഗവാൻ ശ്രീകൃഷ്ണനെക്കുറിച്ചുള്ള ഗാനങ്ങളാണ് ഇവരുടെ ഏറ്റവും കൂടുതൽ ഇവർ പാടുന്നത്. ആ ഗാനങ്ങളെല്ലാം തന്നെ ഇവർ ആ സന്ദർഭത്തിൽ ഇവർക്ക് തോന്നി പാടുന്ന പാട്ടുകളാണ്. ഇതിങ്ങനെ പാടി അവർ ആ തെരുവിലൂടെ ഇങ്ങനെ നടക്കും. എവിടെയാണോ കിടക്കാൻ ഇടം കിട്ടുന്നത് അവിടെ കിടക്കും.
ആരാണോ ഭക്ഷണം കൊടുക്കുന്നത് ആ ഭക്ഷണം കഴിക്കും. അങ്ങനെ ഒരു ബൗൾ ജീവിതമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സന്യാസ ജീവിതം. തലമുടിയൊക്കെ പിന്നീട് ജട കെട്ടി അങ്ങനെയൊക്കെയാണ് ഒരു വലിയ സന്യാസിയായി മാറുകയാണ്. ഇവിടെ തിരുവനന്തപുരത്തു നിന്നും ഒരു പെൺകുട്ടി അങ്ങനെ ബൗൾ ജീവിതം തിരഞ്ഞെടുത്ത് കൽക്കട്ടയിൽ പോയി ജീവിക്കുന്നുണ്ട്. അവരിടയ്ക്ക് തിരുവനന്തപുരത്തും പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് ബൗൾ ഗായകർ വലിയ സമ്പന്നരായി മാറി. പല ബൗൾ ഗായകരും ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ ഗായകരായി മാറി. പ്രത്യേകിച്ച് പവൻദാസ് എന്ന് പറയുന്ന ഒരു ബൗൾ ഗായകൻ, അദ്ദേഹം പ്രായമായി അദ്ദേഹം ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനായ ബൗൾ ഗായകനാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണുന്നത് 84 ഞാൻ അദ്ദേഹത്തെ 80 ശേഷം 80-84 ഇടയ്ക്കാണ് ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ. അദ്ദേഹം ഇതുപോലെ ഒരു തെരുവ് ഗായകനായിരുന്നു. പിന്നീടാണ് അദ്ദേഹം വളർന്ന് ലോകത്തെ ഏറ്റവും വലിയ ഗായകനായി മാറി എന്ന് മനസ്സിലായി. ഇപ്പോൾ യൂട്യൂബിൽ പവൻദാസ് എന്ന് അടിച്ചു നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കാൻ പറ്റും, ഈ ബൗൾ ഗായകനായിട്ട് അദ്ദേഹം പാടുന്നത്. അപ്പോൾ ആ തരത്തിൽ ഒരു ബൗൾ സംഗീതം ബീർഭം ജില്ലയിൽ, ബംഗാളിലെ ബീർഭം ജില്ലയിലാണ് ഈ ബൗൾ ഗായകർ ഏറ്റവും കൂടുതലുള്ളത്. ആ ജില്ലയിൽപ്പെട്ട ആ ഗ്രാമത്തിലെ ആളുകളാണിവർ. ആ ഗ്രാമത്തിൻ്റെ ഉൾപ്പെട്ടതാണ് ശാന്തിനികേതൻ എന്ന് പറഞ്ഞ് ടാഗോർ സ്ഥാപിച്ച ആ യൂണിവേഴ്സിറ്റി ഈ ഗ്രാമത്തിലാണ്. അതുകൊണ്ടാണ് അവർ കൂടുതലും ഈ ശാന്തിനികേതൻ ചുറ്റിപ്പറ്റി അവരെപ്പോഴും ധാരാളം പേരുള്ളതും നമുക്കവിടെ പഠിക്കാൻ പോകുന്നവർക്ക് ഇവരുമായിട്ട് അടുത്തിടപെടാൻ കഴിയുന്നതൊക്കെ അതുകൊണ്ടാണ്. അപ്പം അങ്ങനെ ഒരു ബൗൾ ഗായകനെയാണ് തെരുവിൽ തിങ്കരി കാണുന്നത്. അപ്പോൾ തിങ്കരി ഇത് കണ്ടപ്പോൾ തോന്നി അയാളൊന്നും ആ ബാലനൊന്നും ആഗ്രഹിക്കുന്നില്ല. ആ ഗാനം ആലപിക്കുക മാത്രം, ഈ ഈശ്വരനാമം ആലപിക്കുകയും ഈശ്വരനാമം, അതാണ് ഈ ബൗൾ ഗായകരെല്ലാം പാടുന്നത് ഈശ്വരനാമങ്ങളാണ്. അപ്പോൾ ഈശ്വരനാമം ജപിക്കുകയും പാടുകയും ചെയ്യുന്ന മറ്റൊന്നും ആഗ്രഹിക്കാത്ത തരത്തിൽ ആ ബാലൻ പാടുന്നത് കേട്ടപ്പോൾ തിങ്കരി ഒരു തീരുമാനത്തിൽ ഉറച്ചു. ഇനി അങ്ങനെയാണ് തിങ്കരി ആ അവസാനം വരെയും ഈ സംഗീതത്തിലേക്ക് മടങ്ങി വരിക എന്ന്. ആ ബൗൾ ബാലൻ്റെ ജീവിതത്തെ കണ്ട് അത് കണ്ടാണ്, ആ തിരിച്ചറിവിലാണ് തിങ്കരി പിന്നീട് സമ്പൂർണമായി തൻ്റെ ജീവിതം ഈശ്വരനാമം ജപിക്കുന്ന സംഗീതത്തിലൂടെ, ആ അഭിനയവേദിയിൽ സംഗീതം ആലപിക്കുന്ന ഒരു വ്യക്തിയായി മാറിക്കൊണ്ട് തിങ്കരി ഇത് ചെയ്യുന്നത്. അപ്പോഴൊക്കെ ഗിരീഷ് ചന്ദ്ര ഘോഷ്, നേരത്തെ ഗിരീഷ് ചന്ദ്ര ഘോഷ് സൂചിപ്പിച്ചിരുന്നു ഇങ്ങനെ വിശ്രമം ജീവിതം ആവശ്യമാണെന്നൊക്കെ. പക്ഷെ അവരത് കേട്ടില്ല. അവർ പറഞ്ഞു ഇല്ല, എൻ്റെ ജീവിതം ഇനി പൂർണ്ണമായിട്ടും ഈശ്വരോന്മുഖമായി തീരും. കാരണം അമ്മ അതാണ് പറഞ്ഞത്. അവസാന നിമിഷം വരെയും നീ ഈ സംഗീതവുമായി നിൻ്റെ ജീവിതം മുന്നോട്ട് പോകാൻ നിന്നെ അനുഗ്രഹിച്ച അമ്മയാണ്. അപ്പോൾ ആ അനുഗ്രഹത്തെ എനിക്ക് ധിക്കരിക്കാൻ പറ്റില്ല. നിരന്തരം ഈ സന്ദർഭങ്ങളിലെല്ലാം നിരന്തരം അമ്മയെ കാണാനായിട്ട് ഉദ്ബോധനയിൽ വരികയും അമ്മയുടെ ഉപദേശങ്ങൾ തേടി അമ്മയുടെ അടുത്തിരുന്ന് ഇതേപോലെ പാട്ടുകൾ പാടാനും ഒക്കെ ഉള്ളൊരവസരം ഈ തിങ്കരി വളരെ സാധനാ ജീവിതത്തിലേക്കാണ് മാറിയത്. അങ്ങനെ ഏതാണ്ട് 1912 വരെ മാത്രമേ അവർ ഈ ജീവിതം തുടരുന്നുള്ളൂ. 12 അവരവരുടെ ജീവിതം അവസാനിക്കുകയാണ്. 1912 തിങ്കരി മരണമടയുന്നത്. അപ്പോൾ ഈ തിങ്കരിയെക്കുറിച്ച് ഒരിക്കൽ ഗിരീഷ് ചന്ദ്ര ഘോഷ് പറഞ്ഞ ഒരു അനുഭവ കഥയുണ്ട്. അതെന്തെന്ന് വെച്ചാൽ, ഈ അമ്മയെ ചെന്ന് കണ്ട്, ശാരദാദേവിയെ ചെന്ന് കണ്ട് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ അഭിനയിക്കുന്നു എന്നുള്ള ആ ഒരു ഭാവത്തിലേക്ക് ഇവരെ കൂടുതൽ ഭാരിച്ചൊരഭിനയത്തിലേക്ക് ഇവരെ കൊണ്ടുപോകുക എന്നുള്ളതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഗിരീഷ് ചന്ദ്ര ഘോഷ് പുതിയൊരു നാടക ട്രൂപ്പ് സംഘടിപ്പിക്കുകയും ചെയ്തു. ഈ സന്ദർഭത്തിലാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് ഒരു പുതിയ നാടകം അവതരിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു. അതിൻ്റെ കാരണം സാധാരണഗതിയിൽ ഇപ്പം ചൈതന്യ മഹാപ്രഭുവിൻ്റെയും ബുദ്ധൻ്റെയും ഒക്കെ രീതിയിലുള്ള പുണ്യപുരാണ നാടകങ്ങളാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് അവതരിപ്പിച്ചിരുന്നത്. ഭക്തമീരയുടെ ഇതിൽ അഭിനയിച്ചത് തിങ്കരിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇതെല്ലാം അഭിനയം. എന്നാലൊരു പുതിയ നാടകം, ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു നാടകം വേണം എന്ന് ഗിരീഷ് ചന്ദ്ര ഘോഷിന് തോന്നിയിട്ട്, പ്രത്യേകിച്ച് വിദേശികളെ ആകർഷിക്കാനായിട്ടാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അങ്ങനെ നോക്കിയപ്പോൾ മാക്ബത്ത് എന്ന് പറയുന്ന ഷേക്സ്പിയർ നാടകം ബംഗാളിയിലേക്ക് തർജ്ജമ ചെയ്തുകൊണ്ട് അത് രംഗത്ത് അവതരിപ്പിക്കണം എന്ന് ഗിരീഷ് ചന്ദ്ര ഘോഷ് തീരുമാനമെടുത്തു. അപ്പോൾ അതിനകത്തെ ഒരു സുപ്രധാന റോൾ വരുന്നത് ലേഡി മാക്ബത്താണ്. അപ്പോൾ ഈ ലേഡി മാക്ബത്തായിട്ട് തിങ്കരിയെ
അവതരിപ്പിക്കാൻ പറ്റില്ല. കാര്യം അവരുടെ ആ അവസ്ഥ കൊണ്ട് അവരെ അവതരിപ്പിക്കില്ല. അതിന് പകരം മറ്റൊരു നടിയെ ഗിരീഷ് ചന്ദ്ര ഘോഷ് തീരുമാനിച്ചു. പക്ഷേ അത് മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പിന്നെ പുതിയൊരു നടിയെ അവതരിപ്പിക്കാനുള്ളൊരു കാരണം ഈ വിദേശ വനിതയുടെ ഒരു റോളിലേക്ക് തിങ്കരിയെ അവതരിപ്പിച്ചാൽ ആളുകൾക്കിത് തിങ്കരിയാണെന്നറിയാം. അപ്പോൾ ആ ലേഡി മാക്ബത്ത് എന്ന് പറയുന്ന വിദേശ നാടകമായതുകൊണ്ടും ആ ലേഡി മാക്ബത്തിൻ്റെ റോളിലേക്ക് തിങ്കരി വന്നാൽ അത് തിങ്കരിയാണെന്ന് തിരിച്ചറിയുമ്പോൾ ആ നാടക കഥാപാത്രത്തിനെ അത് ബാധിക്കും എന്ന് പേടിച്ചിട്ടാണ് തിങ്കരിയെ ഇതിൽ നിന്നും മാറ്റി നിർത്തിയത്. പക്ഷേ ഈ ലേഡി മാക്ബത്തായിട്ട് അഭിനയിക്കാൻ തയ്യാറായി അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത ആ നടിക്ക് എന്തൊക്കെ ചെയ്തിട്ടും ആ റോൾ അവതരിപ്പിക്കാൻ പറ്റുന്നില്ല. എത്രയൊക്കെ ശ്രമം നടത്തിയിട്ടും അത് ആ റോളിൽ അഭിനയിക്കാൻ ഗിരീഷ് ചന്ദ്ര ഘോഷിന് തൃപ്തിയാകുന്നില്ല. അവസാനം ഒരു നിവൃത്തിയുമില്ലാതെ ഒരു രാത്രി ഗിരീഷ് ചന്ദ്ര ഘോഷ് തിങ്കരിയുടെ അടുത്ത് ചെല്ലുകയാണ്. ചെന്നിട്ട് പറയണം, നാളെ ഈ നാടകം അരങ്ങേറണം. അപ്പോൾ തിങ്കരി ഈ നാടകം നോക്കിയിട്ട് പോലുമില്ല. ഇന്ന് രാത്രി മാത്രമാണ് ഇനി അവശേഷിക്കുന്ന സമയം. നാളെ ഈ നാടകം അരങ്ങേറേണ്ടതാണ്. അതുകൊണ്ട് ദയവായി ഈ നാടകത്തിലെ ലേഡി മാക്ബത്തിൻ്റെ റോളിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞു. തിങ്കരി ഒരു എതിരഭിപ്രായവും പറഞ്ഞില്ല. തിങ്കരി ശരി എന്ന് പറഞ്ഞാൽ ആ സ്ക്രിപ്റ്റ് മേടിക്കുകയാണ്. ഒരു രാത്രി കൊണ്ട് തിങ്കരി ആ ലേഡി മാക്ബത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും കാണാതെ പഠിച്ചു. ഗിരീഷ് ചന്ദ്ര ഘോഷ് ഇത് ഏൽപ്പിച്ചിട്ട് അങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ പിറ്റേ ദിവസം നാടക തിയേറ്ററിൽ എത്തിയപ്പോൾ ആർക്കും അത്ര വിശ്വാസം പോരാ. ഒരു രാത്രി കൊണ്ടത്, കാര്യം ഇവർ റിഹേഴ്സൽ ചെയ്തിട്ടില്ല, ഇവർ ഇത് പഠിച്ചിട്ടില്ല. അങ്ങനെ എങ്ങനെ ഇവരെ അതും ഇത്രയും ഇതുവരെ അവതരിപ്പിക്കാത്ത തരത്തിലുള്ള ഒരു വെസ്റ്റേൺ ഡ്രാമ. അപ്പോൾ അതിൻ്റെ രീതികൾ തന്നെ വളരെ വ്യത്യസ്തമാണ്. അതിൻ്റെ അഭിനയ ശൈലിയൊക്കെ വളരെ വ്യത്യസ്തം, കോസ്റ്റ്യൂംസ് വളരെ വ്യത്യസ്തം. അപ്പോൾ തിങ്കരി ഇതുവരെ തുടർന്നുകൊണ്ട് വന്ന ഒരു അഭിനയ രീതിയിലേ അല്ല ഈ റോൾ അഭിനയിക്കേണ്ടത്. അപ്പോൾ ഇത്രയും പ്രശ്നമുള്ളത് കൊണ്ട് ഒരിക്കലും അത് വിജയിക്കാൻ സാധ്യതയില്ലെന്നാണ് എല്ലാവരും കരുതിയത്. അതേസമയം തിങ്കരി നേരെ റിഹേഴ്സലിൽ പോലും പങ്കെടുക്കാത്ത തിങ്കരി നാടകത്തിൻ്റെ കർട്ടൻ ഉയരുമ്പോൾ, അത് നാടകം ആരംഭിച്ച് കഴിയുമ്പോൾ, അങ്ങനെയാണ് ആദ്യമായിട്ട് തിങ്കരി ആ വേദിയിലെത്തുന്നത്. ആ നാടകം കണ്ട സകലരും അത്ഭുതപ്പെട്ടു പോയി. കാരണം അവർക്കൊന്നും ഇത് തിങ്കരിയാണെന്നൊന്നും തോന്നിയില്ല. സാക്ഷാൽ ആ നാടകത്തിലെ ലേഡി മാക്ബത്തിന് എങ്ങനെയാണോ ആ കഥാപാത്രം ഉൾക്കൊള്ളേണ്ട ആ ഭാവം എന്താണോ അത് അതേപോലെ ഒരു രാത്രിയുടെ പഠനം കൊണ്ട് തിങ്കരി അഭിനയിച്ച് ഫലപ്രദമാക്കിയെന്ന് ഗിരീഷ് ചന്ദ്ര ഘോഷ് തന്നെ പറഞ്ഞു. അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് ഇത് പറയാൻ കാരണം, അവിടെ ഈ നാടകം വിജയകരമായി അവതരിപ്പിച്ചു. പക്ഷേ ബംഗാളി ജനത ഈ നാടകം വിജയിച്ചു. പക്ഷേ ബംഗാളി ജനത സാധാരണ നാടകങ്ങളെല്ലാം അനവധി തവണ അരങ്ങേറുമായിരുന്നു. പക്ഷേ ലേഡി മാക്ബത്ത് എന്നുള്ള നാടകം തുടർച്ചയായി അവതരിപ്പിക്കുന്നതിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. കാര്യം ബംഗാളി ജനത മറ്റ് നാടകങ്ങൾ പോലെ ഇത് സ്വീകരിച്ചില്ല. അതാണൊരു പ്രശ്നം. മാത്രമല്ല ചൈതന്യ മഹാപ്രഭുവിൻ്റെ നാടകം ഇടയ്ക്കിടയ്ക്ക് അരങ്ങേറുന്നുണ്ട്. അപ്പോൾ അതിന് കിട്ടുന്നൊരു അത് എത്രയോ കാലമായി അവതരിപ്പിക്കുന്നു, അതിനിന്നും ജനങ്ങളുണ്ട് കാണാൻ. അപ്പോൾ ആ നാടകത്തിന് കിട്ടുന്ന ഒരു സ്വീകാര്യത ലേഡി അല്ലെങ്കിൽ മാക്ബത്ത് എന്നുള്ള നാടകത്തിന് കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് തിങ്കരിയുടെ അഭിനയത്തിൻ്റെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ ആ നാടകത്തിൻ്റെ ഇതുകൊണ്ടോ അല്ല. സാംസ്കാരികപരമായി ആ ജനത, ആ പ്രേക്ഷകൻ അത് ആഗ്രഹിക്കുന്നില്ല, അത്രയേ ഉള്ളൂ. അല്ല മറ്റു കുഴപ്പം കൊണ്ടൊന്നുമില്ല. അപ്പോൾ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ആ നാടകത്തിന് തത്തുല്യമായി നിൽക്കത്തക്ക ഒരു നാടകം വേണം എന്നുള്ള ധാരണയിലാണ് പിന്നീട് വില്വമംഗലം താക്കൂറിൻ്റെ ആ നാടകം, വില്വമംഗലം താക്കൂർ എന്ന നാടകം, അത് ചൈതന്യ മഹാപ്രഭുവിന് തത്തുല്യമായി, രണ്ടും ഭഗവാന്റെ ഗൗരാംഗനെ ബേസ് ചെയ്തിട്ടുള്ള നാടകങ്ങളാണ്. അപ്പം അത് വില്വമംഗലം താക്കൂർ എന്നുള്ള നാടകം കൊണ്ടുവരികയും ഈ അവധിയെടുക്കണം അല്ലെങ്കിൽ വിശ്രമിക്കണം എന്ന് പറഞ്ഞ ഗിരീഷ് ചന്ദ്ര ഘോഷ് തന്നെ തില്ലങ്കരിയോട് പറഞ്ഞു, ഇതിലെ പ്രധാന വില്വമംഗലം താക്കൂർ എന്ന ആ പ്രധാന റോൾ തിങ്കരി തന്നെ എടുക്കണം എന്ന് നിർബന്ധിക്കുകയാണ്. അപ്പോൾ അത് ഗിരീഷ് ചന്ദ്ര ഘോഷ് ഇത് ഒരിക്കൽ ഓർമ്മിച്ചതാണ്. കാര്യം ഇവരുടെ ജീവിതത്തിൽ
ഇവരെ ഒരിക്കലും നാടകവേദിയിൽ നിന്ന് മാറ്റി നിർത്തണം ഒരു തരത്തിലും സാധ്യമാകുന്ന ഒരവസ്ഥയിലല്ല തിങ്കരി തൻ്റെ നാടക ജീവിതം ഉണ്ടായി. പ്രത്യേകിച്ച് ഈ അമ്മയുടെ അടുത്ത് വന്നതിന് ശേഷം, മാതൃദേവിയുടെ അടുത്ത് വന്നതിന് ശേഷം ഉണ്ടായ അവരുടെ ആ പ്രസൻസ്, നാടകത്തിലെ അവരുടെ പ്രസൻസിന് എന്തെന്നില്ലാത്തൊരു വലിയ ശക്തി അവർക്ക് കൈവന്നിരുന്നു എന്ന് ഗിരീഷ് ചന്ദ്ര ഘോഷ് തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തിങ്കരിയെ സംബന്ധിച്ച്, തിങ്കരിയുടെ ഒരു ജീവിത രീതിയെ പിന്നീട് തിങ്കരിയെക്കുറിച്ചൊരു വലിയ അവരുടെ ആത്മകഥ പോലെ അത് തയ്യാറാക്കിയിരുന്നു ഈ തിങ്കരിയെക്കുറിച്ച്. അപ്പോൾ അതിൽ പറയുന്നത് ഈ താരതമ്യേന ഭക്ഷണത്തിനും വസ്ത്രത്തിനുമൊക്കെ ഉള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ അതിനുള്ള ഒരു വകയുള്ള ഒരു അമ്മയുടെ മകളായിരുന്നു ഇവർ. പക്ഷേ ഈ അമ്മയും മറ്റ് 2 നടിമാരുടെ അമ്മമാരെ പോലെ തന്നെ കൽക്കത്തയിലെ റെഡ് സ്ട്രീറ്റിലാണ് അവരുടെയും ജീവിതം. നമ്മുടെ വിനോദിനി ദാസിയുടെയും താരസുന്ദരിയുടെയും അമ്മമാർക്കൊപ്പം തന്നെ ആ റെഡ് സ്ട്രീറ്റിലെ ജീവിതമായിരുന്നു തിങ്കരിയുടെ അമ്മയ്ക്കും. പക്ഷെ സ്വാഭാവികമായി അവർക്ക് 2 പേർക്കും ഉണ്ടായിരുന്ന ഒരു ദരിദ്രാവസ്ഥ തിങ്കരിയുടെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല തിങ്കരിയുടെ അമ്മ കുറേ കൂടെ ബോൾഡായിരുന്നു, ശക്തി ഉണ്ടായിരുന്നു അവർക്ക്. അവർ ആ ജീവിതത്തെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ശക്തിയും ഒരു താൻപോരിമയൊക്കെ ഉള്ളൊരു സ്ത്രീയായിരുന്നു. അതുകൊണ്ട് അവരുടെ ജീവിതത്തെ മറ്റുള്ളവരെ പോലെ ആയിരുന്നില്ല എന്നാണ് പറയുന്നത് ഈ തിങ്കരിയുടെ ചെറുപ്രായത്തിൽ. അപ്പോൾ 4 വയസ്സ് മുതൽ തന്നെ തിങ്കരിയുടെ കലാപാടവം ഈ അമ്മ തിരിച്ചറിഞ്ഞിരുന്നു. 4 വയസ്സുള്ളപ്പോൾ തന്നെ തിങ്കരിയുടെ ഒരു അഭിനയിക്കാനും പാടാനുമുള്ളൊരു കഴിവ് 4 വയസ്സുള്ളൊരു കുഞ്ഞിനെ പോലും ആ തിങ്കരിയുടെ ആ ഒരു അവസ്ഥയെ അമ്മ തിരിച്ചറിഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവരും ഈ അമ്മയോട് പറഞ്ഞു, എന്നാൽ ഒരു സംഗീത ടീച്ചറെ നിയമിച്ചിട്ട് ഇവൾക്ക് നല്ല പോലെ പാട്ട് പഠിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണം എന്ന് എല്ലാവരും ഈ അമ്മയോട് നിർബന്ധിച്ചു. അപ്പോൾ തിങ്കരിയുടെ അമ്മ പറഞ്ഞു, ഒരു ടീച്ചറെ നിയമിച്ച് അവർക്ക് കൃത്യമായ ഫീസ് കൊടുക്കാനുള്ള ചുറ്റുപാടൊന്നും എനിക്കില്ല. ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാം എന്നുള്ളതല്ലാതെ അതിൽ പരം ഒരു ഇതിനുള്ള കഴിവ് എനിക്കില്ല. അതുകൊണ്ട് അവളെ, എൻ്റെ മകളെ എനിക്ക് ഒരു പഠിപ്പിക്കാനൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞു. ഈ തിങ്കരിക്ക് കുട്ടിക്കാലം മുതൽ തന്നെ ഈ സാധുക്കളായ ആളുകളോട് വലിയൊരു ദയുണ്ടായിരുന്നു. അപ്പോൾ ഇവൾക്ക് കിട്ടുന്ന ഭക്ഷണം ഇവൾ ഏതെങ്കിലും സാധുക്കൾക്ക് കൊണ്ടു കൊടുക്കും. ഇത് അമ്മയ്ക്കറിയാം. അമ്മ പറഞ്ഞു, ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് നിനക്ക് വേണ്ടി ഇതെല്ലാം തയ്യാറാക്കുന്നത്, പക്ഷെ നീ ഇതിങ്ങനെ വെളിയിൽ കൊണ്ടുപോയി വിതരണം ചെയ്യരുത് എന്ന് പറഞ്ഞ് ബലമായി അമ്മയുടെ സാമീപ്യത്തിൽ മാത്രമേ തിങ്കരിയെ ഭക്ഷണം കഴിക്കാൻ അനുവദിക്കുമായിരുന്നുള്ളൂ. അപ്പം ഇത്തരത്തിൽ അമ്മ വളരെ മറ്റ് 2 അമ്മമാരെ പോലെ കുറേ കൂടെ കർശനമായിരുന്നു തിങ്കരിയുടെ അമ്മ. അങ്ങനെ ഒരിക്കൽ ഈ രാമായണം കഥ കേൾക്കാനായിട്ട് ഈ അമ്മയോടൊപ്പം പോയി. ഈ തിങ്കരിയുടെ ആ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നതാണ്. അവിടെ രാമായണം കഥ, ഈ ഹരികഥാ കാലക്ഷേപം പോലെ രാമായണം കഥ പറയുന്നത് കേൾക്കാനായിട്ട് തിങ്കരിയുടെ അമ്മയോടൊപ്പം തിങ്കരി ഒരിക്കൽ പോയി. അപ്പം അവിടെ പോയിട്ട് അങ്ങനെ ആ കഥ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഈ സീതയെ രാമൻ കാട്ടിൽ ഉപേക്ഷിച്ച ഭാഗം വന്നതോടുകൂടി തിങ്കരി പൊട്ടിക്കരയാൻ തുടങ്ങി. വളരെ കുട്ടിയാണ്, എന്നാൽ പോലും സീതയെ രാമൻ കാട്ടിൽ ഉപേക്ഷിക്കുന്നു എന്ന് പറയുന്ന ആ ഭാഗം വർണ്ണിച്ചപ്പോൾ തിങ്കരി പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഒറ്റ ഓട്ടം വീട്ടിലേക്ക് തിരിച്ചോടിപ്പോയി. അപ്പോൾ അങ്ങനെ എന്നിട്ട് രാത്രി മുഴുവൻ കരഞ്ഞാണ് അന്ന് നേരം വെളുത്തതെന്ന് പറയുന്നുണ്ട്. അപ്പം തിങ്കരിക്ക് അതാണ് തിങ്കരിയുടെ ഒരു മനോഭാവം, കുട്ടിക്കാലം മുതലുള്ളൊരു മനോഭാവമാണ്. അപ്പോൾ തിങ്കരി ചോദിച്ചു, ഈ ഈശ്വരൻ എന്താണ് ഇത്ര ക്രൂരനായത് എന്ന് ചോദിച്ചു. അതാണ് തിങ്കരിയുടെ ഒരു ഈശ്വരീയ ഭാവത്തിലേക്കുള്ള, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു മാനസികമായ ഒരവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് ഈ കുട്ടിക്കാലത്തെ ഈ അനുഭവമില്ല. അപ്പം അമ്മയോട് തിങ്കരി ചോദിച്ചു, രാമൻ ഈശ്വരനാണ്, പക്ഷേ രാമൻ എന്തുകൊണ്ടാണ് ഇത്രയും ക്രൂരത കാണിച്ചത്, എന്തുകൊണ്ടാണ് സീതയെ കാട്ടിൽ ഉപേക്ഷിച്ചത്? അപ്പം അമ്മ പറഞ്ഞു, മോളെ, അത് ഈശ്വരൻ്റെ ലീലയാണത്. ഈശ്വരലീല നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ തിങ്കരിക്ക് ഈ സമാധാനം പറഞ്ഞതിനൊട്ടും തിങ്കരിക്ക് ബോധ്യം വന്നില്ല. അത് മനസ്സിലായില്ല അമ്മ പറഞ്ഞ എന്താണ്.
അങ്ങനെ ആ ചോദ്യം എപ്പോഴും തിങ്കരിയുടെ മനസ്സിലിങ്ങനെ അതിങ്ങനെ ചോദ്യം ഒരു ദുഃഖത്തോടു കൂടി ആ ചോദ്യം തിങ്കരിയുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ ഒരു നാടകം ഗ്രേറ്റ് നാഷണൽ തിയേറ്റർ എന്ന് പറഞ്ഞ് ഗിരീഷ് ചന്ദ്ര ഘോഷ് അക്കാലത്ത് നാഷണൽ തിയേറ്ററിനെ ഒന്നുകൂടെ ഒന്ന് പുതുക്കി ഗ്രേറ്റ് നാഷണൽ തിയേറ്റർ എന്ന് പറഞ്ഞ് പുതിയൊരു നാടക സംഘടന രൂപീകരിച്ച് ഗിരീഷ് ചന്ദ്ര ഘോഷ് ഒരു നാടകം അരങ്ങേറും. തിങ്കരി ആ സമയം കുട്ടിയായതുകൊണ്ട് നാടകത്തിനൊന്നും പോയിട്ടില്ല. അപ്പോൾ രാവണ നിഗ്രഹം ആയിരുന്നു നാടകം. ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ ആ നാടകം രാവണ നിഗ്രഹം എന്ന നാടകമായിരുന്നു. അപ്പോൾ തിങ്കരിയുടെ അമ്മയും മറ്റ് സ്ത്രീകളും എല്ലാം കൂടെ ഈ നാടകം കാണാനായിട്ട് പോകുന്നു. അപ്പോൾ തിങ്കരി പറഞ്ഞു ഞാനും വരുന്നു, നാടകം കാണാൻ വരുന്നു എന്ന് പറഞ്ഞ് വാശി പിടിച്ചു. അപ്പോൾ തിങ്കരിയുടെ അമ്മ പറഞ്ഞു നിനക്ക് ഈ നാടകം കണ്ടാലും ഈ രാമായണത്തിൻ്റെ ഏത് ഭാഗം കണ്ടാലും നിനക്ക് സങ്കടം വരും. കാരണം അതിനകത്ത് ദുഃഖം മാത്രമേ ഉള്ളൂ. അപ്പം നിന്നെയും കൊണ്ടുപോയി കഴിഞ്ഞാൽ നീ അവിടെ ഇരുന്ന് ഈ നാടകത്തിനിടയിൽ കരച്ചിലും അല്ലെങ്കിൽ ഇറങ്ങി ഓട്ടോ ഒക്കെ ആവും. അപ്പം ഞങ്ങൾക്ക് ആ നാടകം ആസ്വദിക്കാൻ പറ്റില്ല. മാത്രമല്ല ഒരു പൊതുസ്ഥലത്ത് നിന്നെ കൊണ്ടുപോകുന്നതിൽ ഈ നാടകം പോലുള്ള ഒരു പൊതുസ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് തിങ്കരിയുടെ അമ്മ മകളെ കൊണ്ടുപോകാതിരുന്നു. പക്ഷേ വാശി പിടിച്ച് തിങ്കരി വളരെ വാശിക്കാരിയായിരുന്നു. അങ്ങനെ വാശി പിടിച്ച് അവസാനം കൂടെ കൊണ്ടുപോയി. അങ്ങനെ കൂടെ കൊണ്ടുപോയി ഗിരീഷ് ചന്ദ്ര ഘോഷാണ് ശ്രീരാമനായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷിനെ ആദ്യമായിട്ട് തിങ്കരിയുടെ മനസ്സിലേക്ക് ഗിരീഷ് ചന്ദ്ര ഘോഷ് എന്ന നടൻ കടന്നു വരുന്നത് ഈ രാവണ നിഗ്രഹം എന്ന നാടകം കാണാൻ പോകുമ്പോഴാണ്. അതിനകത്ത് ശ്രീരാമൻ്റെ റോളിലാണ് ഗിരീഷ് ചന്ദ്ര ഘോഷ് അഭിനയിക്കുന്നത്. അപ്പോൾ ഈ ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ ഈ അഭിനയം കണ്ടപ്പോൾ നേരത്തെ ഈശ്വരൻ എന്താണ് ഇത്ര ക്രൂരനായത്, അല്ലെങ്കിൽ രാമൻ എന്തുകൊണ്ടാണ് ഇത്രയും ക്രൂരനായി പെരുമാറിയത് എന്നുള്ളതിന് ഉത്തരം കിട്ടാതിരുന്ന തിങ്കരി അത് കഥാകാലക്ഷേപം കേൾക്കുക മാത്രമാണ്. അതുകൊണ്ട് തിങ്കരിയുടെ മനസ്സിലാണ് ശ്രീരാമൻ ഒരു രൂപം കൊണ്ടത്. അത് കഥ കേൾക്കുമ്പോൾ തിങ്കരി എന്ന കുട്ടിയുടെ മനസ്സിൽ ശ്രീരാമൻ്റെ രൂപം കൊള്ളുന്നു. ഇവിടെ അതല്ല, ശ്രീരാമൻ പ്രത്യക്ഷത്തിൽ തിങ്കരിയുടെ മുന്നിൽ വരികയാണ്. ഗിരീഷ് ചന്ദ്ര ഘോഷ് ശ്രീരാമനായിട്ട് തിങ്കരിയുടെ മുന്നിൽ വരും. പക്ഷെ തിങ്കരിയെ സംബന്ധിച്ച് അത് സാക്ഷാൽ ശ്രീരാമനാണ് തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതെന്നുള്ളൊരു തോന്നലാണ് തിങ്കരിയിലുണ്ടാക്കിയത്. അതോടുകൂടി തിങ്കരിക്ക് നാടകം അഭിനയിക്കണം എന്നുള്ളൊരു മോഹം തിങ്കരിയുടെ ഉള്ളിൽ കയറി. എങ്ങനെയെങ്കിലും ഒരു നാടക നടിയായി മാറണം എന്നൊരു മോഹം തിങ്കരിക്കുണ്ടാവുകയാണ്. അങ്ങനെയാണ് തിങ്കരി ഒരു നാടക നടിയാവണമെന്ന് ആഗ്രഹം വരുന്നത്. എന്നിട്ട് വീട്ടിൽ തിരിച്ചു വന്നിട്ട് അമ്മയോട് പറഞ്ഞു എനിക്കും ഒരു നാടക നടിയാവണം എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു നൃത്തം ചെയ്യണം, നാടകം അഭിനയിക്കണമെങ്കിൽ നൃത്തം ചെയ്യണം, അതുമാത്രമല്ല പാട്ട് പാടണം. അപ്പം ഇത് രണ്ടും കൂടെ ചെയ്യാനുള്ള കഴിവ് നിനക്ക് എന്തായാലും ഇല്ല. പ്രത്യേകിച്ച് നീ ഇപ്പോൾ കുട്ടിയാണ്, നീ പാടുന്നുണ്ട് എന്നുള്ളത് നാട്ടുകാരൊക്കെ സമ്മതിക്കുന്നുണ്ട്, മറ്റുള്ളവർക്കൊക്കെ നല്ല അപ്രീസിയേഷൻ ഉണ്ട്. പക്ഷേ ഒരു വേദിയിൽ പോയി പാടാനുള്ള കഴിവ് നിനക്കില്ല. അതുകൊണ്ട് ഇത്തരം ഒരു ഇതിൽ നിന്ന് നീ പോകുന്നത് ശരിയാവില്ല, അതുകൊണ്ട് അത് പോകണ്ട എന്ന് പറഞ്ഞ് അമ്മ അത് തടസ്സപ്പെടുത്തി. എന്നാൽ തിങ്കരി വളരെ വാശിക്കാരിയാണ്. തിങ്കരി വാശി പിടിച്ചു. അപ്പം മകളുടെ ഈ വാശി അറിയാവുന്ന അമ്മ ഒടുക്കം അതും സമ്മതിച്ചു നാടകം അഭിനയിക്കുക. അക്കാലത്ത് ഈ വിനോദിനിയൊക്കെ വളരെ പ്രശസ്തമായ അവസ്ഥയിലേക്ക് പ്രശസ്തരായി കഴിഞ്ഞിരുന്നു ഇതിനകം. അപ്പോൾ ആ തിയേറ്ററിൽ അവർ വിനോദിനിയെപ്പോലുള്ളവർ അഭിനയിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ എളുപ്പമല്ല, ഒരു പുതിയ ഒരാൾക്ക് നാടകവേദിയിൽ ചെല്ലാൻ വളരെ എളുപ്പമല്ല. അതും അമ്മയ്ക്കറിയാം. അപ്പോൾ എങ്ങനെയാണ് മകളുടെ ഈ ആഗ്രഹം നടത്തി കൊടുക്കുക എന്നുള്ളത് അമ്മ ആലോചിച്ചു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ പല ശ്രമവും നടത്തി. നാടകത്തിൽ ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ നാടകത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അന്നത്തെ നാടക സമിതിയിൽ ചേരാനായിട്ട് പല ശ്രമവും നടത്തിയെങ്കിലും പക്ഷേ ഒരു കാരണവശാലും ഒരു നാടകത്തിൽ പോലും ആരും തിങ്കരിയെ എടുത്തില്ല. കാരണം അഭിനയിക്കാൻ ഉള്ള ആ സാഹചര്യം ഇല്ലായിരുന്നു, അതിനുള്ളൊരു ഒഴിവില്ലായിരുന്നു. അതുകൊണ്ട് ആരും അംഗീകരിച്ചില്ല. അങ്ങനെ തിങ്കരിയുടെ ആ മോഹം, ആ കുട്ടിക്കാലം മുതലുണ്ടായിരുന്ന മോഹം നടക്കാതെ പോയി. 16 വയസ്സ് വരെയാണ് ഈ മോഹവുമായി തിങ്കരി നടന്നത്. മറ്റൊരു കാര്യം പഠിക്കാനോ മറ്റെന്തെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ ഇടപഴകാനോ ഒന്നും അമ്മയോ മറ്റുള്ളവരോ നിർബന്ധിച്ചിട്ട് പോലും 16 വയസ്സുവരെയും തിങ്കരി നാടകാഭിനയം മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് മറ്റൊന്നിനും തയ്യാറല്ലാതെയാണ് കഴിഞ്ഞുകൂടിയത്. അപ്പോൾ ഈ
അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം അമ്മ നാടകവുമായി ബന്ധപ്പെട്ട ഒരാളെ കണ്ടു. ഈ ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ നാടക മേഖലയിൽ ഉള്ള അതുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരാളെ, ഇവരുടെ വീടിനടുത്തുള്ള ഉണ്ടായിരുന്ന ഒരാളെ പരിചയപ്പെട്ട് ആ ആളോട് തൻ്റെ മകളുടെ ഈ വാശി, ഇത്രയും കാലമായിട്ട് അവൾ മറ്റൊന്നിനും തയ്യാറല്ല, അവൾ ഈ 16 വയസ്സ് വരെയും, ഇപ്പോൾ 16 വയസ്സായി, ഇപ്പോഴും അവൾ ആ നാടകവേദിയെ മാത്രം സ്വപ്നം കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവളെ നാടകത്തിൽ എങ്ങനെ അഭിനയിപ്പിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കണമെന്നുള്ളു. അപ്പോൾ അയാൾ പറഞ്ഞ പ്രകാരം അയാളുമായിട്ട് തിങ്കരി നേരെ ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ തിയേറ്ററിൽ ചെന്നു. അപ്പോൾ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഭക്തരായ 2 പേരെക്കുറിച്ചുള്ള ഒരു നാടകത്തിൻ്റെ റിഹേഴ്സൽ നടക്കുകയായിരുന്നു. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഭക്തരായ 2 പേരെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ടുള്ള ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ പുതിയ നാടകം. അപ്പോൾ അതിൻ്റെ റിഹേഴ്സൽ നടക്കുകയാണ്. അപ്പോൾ അതിന് സ്റ്റേജ് മാനേജർ എന്നും പറഞ്ഞുകൊണ്ട് ഒരാളുണ്ട്. അയാളാണ് ഈ നടീനടന്മാരെയൊക്കെ ഒരുക്കുന്നതും എല്ലാം ചെയ്യുന്ന അയാളുടെയാണ് നിയന്ത്രണം. ഗിരീഷ് ചന്ദ്ര ഘോഷാണ് നാടകം എഴുതുന്നതും സംവിധാനം ചെയ്യുന്നതെങ്കിലും ഇതിൻ്റെ പൂർണ്ണമായ ചുമതല വഹിക്കുന്നത് സ്റ്റേജ് മാനേജറാണ്. ഈ സ്റ്റേജ് മാനേജർ തിങ്കരിയോട് പറഞ്ഞ്, നീ ഒരു കാര്യം ചെയ്യും, നീ ഇവിടെ മാറിയിരുന്ന് ഇവിടുത്തെ ഈ റിഹേഴ്സൽ മുഴുവൻ കാണാൻ പറഞ്ഞു. അങ്ങനെ അന്ന് മുതൽ തിങ്കരി എല്ലാ ദിവസവും നാടകത്തിൻ്റെ ഈ റിഹേഴ്സൽ ക്യാമ്പിൽ വരും. പക്ഷേ നാടകത്തിൽ അഭിനയിക്കാനുള്ള അവസരമില്ല, ഇത് കാണാൻ അവസരം, ഈ റിഹേഴ്സൽ ക്യാമ്പ് കാണാനുള്ള അവസരം മാത്രമേ ഈ സ്റ്റേജ് മാനേജർ കൊടുത്തുള്ളൂ. അപ്പം അങ്ങനെ ഇരിക്കുക, അങ്ങനെ മുന്നോട്ട്. പക്ഷേ തിങ്കരിക്ക് അത് മതിയായിരുന്നു. തിങ്കരി പറഞ്ഞു, എൻ്റെ ജീവിതം, ഈ തിങ്കരിയുടെ ഉള്ളിൽ ആ മോഹമായിരുന്നു, നാടകമാണ്. അതുകൊണ്ട് ഏതായാലും അഭിനയിക്കാനുള്ള അവസരം കിട്ടിയില്ലെങ്കിലും റിഹേഴ്സൽ ക്യാമ്പിൽ ഇത് നാടകം കാണാനായിട്ടിരിക്കുന്ന ഒരു സാഹചര്യം മാത്രം. അപ്പോൾ അവിടെ ഈ തിങ്കരിയെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു ഘടകം, എല്ലാ ദിവസവും റിഹേഴ്സൽ ക്യാമ്പ്, നമ്മളത് കഴിഞ്ഞ തവണയും പറഞ്ഞ എല്ലാ ദിവസവും റിഹേഴ്സൽ ക്യാമ്പ് തുടങ്ങുമ്പോൾ എല്ലാവരും ഗിരീഷ് ചന്ദ്ര ഘോഷിനോടൊപ്പം ഗിരീഷ് ചന്ദ്ര ഘോഷ് എല്ലാവരെയും ഭഗവാന്റെ ഒരു ചിത്രത്തിന് മുന്നിൽ നിർത്തി പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവരുടെ റിഹേഴ്സൽ ക്യാമ്പ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ നാടകം തുടങ്ങുമ്പോഴും എല്ലാം. അത് കഴിഞ്ഞ തവണയും നമ്മൾ പറഞ്ഞു. അപ്പം തിങ്കരിക്ക് ഇതൊരു പുതിയ അനുഭവമായിരുന്നു. കാര്യം ആ ഭഗവാന്റെ ആ ചിത്രത്തിന് മുന്നിൽ ഈ എല്ലാവരും ഇങ്ങനെ തൊഴുകയും എല്ലാവരും നമസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ, എന്നിട്ട് ഭഗവാനെക്കുറിച്ചുള്ള കഥകൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് നടീനടന്മാരോട് പറയുകയും ചെയ്യും. അപ്പോൾ തിങ്കരി ഇത് ഒരു പുതിയ അനുഭവമായിട്ട് തോന്നി. കാര്യം നാടകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ഗിരീഷ് ചന്ദ്ര ഘോഷ് പറയുന്നത്. നാടകവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ സ്റ്റേജ് മാനേജറാണ് ചെയ്യുന്നത്. ഗിരീഷ് ചന്ദ്ര ഘോഷിനെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ കഥകൾ പറയുന്നതാണ് പ്രധാനം ഈ ക്യാമ്പിൽ. അപ്പം അത് തിങ്കരിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഉള്ളിലൊരു പുതിയ അനുഭവമായി മാറി തിങ്കരിക്ക്. അപ്പോൾ തിങ്കരി ഈ കഥകൾ കേട്ടപ്പോൾ തിങ്കരി ആ കഥകളിൽ നിന്ന് ഉൾക്കൊണ്ട ആ വലിയൊരു ആ സതുദ്ദേശപരമായ ആ ഭഗവാന്റെ ഉപദേശങ്ങൾ കേൾക്കാനുണ്ടായൊരു സാഹചര്യം വന്നപ്പോൾ തിങ്കരിക്ക് മനസ്സിലായി, ഒരു കാലത്ത് എനിക്ക് ഭഗവാൻ അതിനുള്ളൊരു അവസരം തരും, ഈ നാടക സ്റ്റേജിൽ കയറാനുള്ള അവസരം എനിക്ക് തരും എന്നുള്ള. അതാണ് അഭിനയിക്കാനൊരു അവസരം പോലും കിട്ടിയിട്ടില്ല, ഒരു നാടകത്തിൽ പോലും ഒരു റോളിലും കാസ്റ്റ് ചെയ്തില്ല. എന്നിട്ടും തിങ്കരി മടുപ്പില്ലാതെ ആ നാടകവേദിയിൽ നിരന്തരം റിഹേഴ്സൽ ക്യാമ്പിൽ പോയി കണ്ടുകൊണ്ടിരുന്നത്. എന്നും ഉണ്ടാകുന്ന എല്ലാ ദിവസവും ഈ ഭഗവാന്റെ ആ ചിത്രത്തിന് മുന്നിൽ പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനാവേളയാണ് തിങ്കരിയെ ഏറ്റവും കൂടുതൽ ആ നാടക റിഹേഴ്സൽ ക്യാമ്പിലോട്ട് അടുപ്പിച്ചത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഒരു ആത്മവിശ്വാസത്തോടെ പോകുന്നത് തിങ്കരിക്ക്. അപ്പോൾ ഈ സ്റ്റേജ് മാനേജർ ഒരിക്കൽ പറഞ്ഞു, തിങ്കരിയോട് പറഞ്ഞു, ഇനി നിനക്ക് പരിശീലനം നൽകി, ഇപ്പം നീ ഇതൊക്കെ കുറച്ച് നാൾ കണ്ടു, ഇനി നിനക്ക് പരിശീലനം തരുന്നത് നിൻ്റെ സ്റ്റേജ് ഫിയർ മാറണം. അതായത് വേദിയിൽ ഒരു ഭയം ഉണ്ടെന്നുള്ളത് മാറണം. എല്ലാ നടീനടന്മാർക്കും സ്റ്റേജ് ഫിയർ എന്ന് പറയുന്നൊരു ഘടകമുണ്ട്. നാടക മേഖലയിലെല്ലാം പോകുന്നവർക്കറിയാം. അപ്പോൾ ആ സ്റ്റേജ് ഫിയർ മാറണം. അതിപ്പോൾ പ്രസംഗിക്കാൻ പോകുന്നവരൊക്കെ നമുക്കറിയാം, ഒരു വേദിയിൽ കയറുമ്പോൾ നമ്മൾ വിറച്ചു പോകും. കാണുന്നത് പോലെയോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ കാണുന്ന പോലെയോ അല്ല. ആ സ്റ്റേജിൽ കയറി ഓഡിയൻസിനെ കാണുമ്പോൾ ശബ്ദം അടഞ്ഞു പോവുക, അല്ലെങ്കിൽ കൈകാലുകൾ വിറയ്ക്കുക, ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളുണ്ടാകും. അപ്പോൾ അതിൽ നിന്ന് മോചനം കിട്ടണം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു പരിശീലനത്തിലേക്കാണ് ഇനി നിന്നെ നിയോഗിക്കുന്നത് എന്ന് ഈ സ്റ്റേജ് മാനേജർ പറഞ്ഞു. അപ്പോൾ സ്റ്റേജ് മാനേജർ അതിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു വിദ്യ എന്തെന്ന് വെച്ചാൽ, എല്ലാ നാടകങ്ങളിലും ഡയലോഗില്ലാത്ത കഥാപാത്രങ്ങളുണ്ട്. അതായത് പ്രധാന നടീനടന്മാരോ അല്ലെങ്കിൽ വേദിയിലുള്ള പ്രധാന അഭിനയിക്കുന്നവർ ഇടയ്ക്ക് വെള്ളം കൊണ്ടുവാ എന്നൊക്കെ പറയുമ്പോൾ വെള്ളം കൊണ്ടുവരണം,
അല്ലെങ്കിൽ ഇതെടുത്തുകൊണ്ട് പോകും എന്ന് പറയുമ്പോൾ എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ പരിചാരിക എന്നുള്ള ഒരു റോളിൽ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള അതാണ് റോള്. അതുപോലെ തന്നെ രാജാപ്പാർട്ട് നാടകങ്ങളാകുമ്പം ഈ കുന്തം പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ റാണിയുടെ തോഴിയായിട്ട് വീശിക്കൊണ്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇത്തരം റോളുകൾ ഇവർക്ക് ഡയലോഗില്ല, പക്ഷേ ഇവർ സ്റ്റേജിൽ പ്രസൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇവർക്ക് കുറേ കൂടെ സ്റ്റേജ് ഫിയർ മാറാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഇവളെ പതുക്കെ പതുക്കെ പരിശീലിപ്പിക്കാൻ തുടങ്ങി. സ്റ്റേജിൽ കയറാമെന്നായി. അപ്പോൾ വേഷമൊക്കെ കെട്ടണം, സ്റ്റേജിൽ മറ്റ് കഥാപാത്രങ്ങൾക്കൊപ്പം ചിലപ്പോൾ ചെന്ന് നിൽക്കേണ്ടി വരും. അപ്പോൾ തിങ്കരിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എക്സ്പീരിയൻസായി. കാരണം വേദിയിൽ ഇങ്ങനെ നിൽക്കുക എന്നുള്ളത് ഒരു വലിയ അതാണ് തിങ്കരിയെ സംബന്ധിച്ച്. തിങ്കരി പിന്നീട് വലിയ നടിയായപ്പോൾ പോലും തിങ്കരി പറഞ്ഞത്, എനിക്ക് അന്ന് ആ സ്റ്റേജ് മാനേജർ എന്നെ പഠിപ്പിച്ചത് ഡയലോഗ് ഇല്ലാത്ത അത്തരം സഹായ റോളുകളിൽ വന്നു നിന്ന് പോകുന്ന ആ ഒരു വേഷം, ആ വേഷത്തിന് അത് ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇല്ലെങ്കിലും ഇപ്പോൾ ഇവർ അത്യാവശ്യ ഘടകമൊന്നുമല്ല, പക്ഷേ സ്റ്റേജിൽ വന്ന് നിൽക്കാനുള്ള ആ ഒരു ധൈര്യം ഞങ്ങൾക്ക് തന്നത് ഈ തരം റോളുകൾ അന്ന് അഭിനയിച്ചപ്പോഴാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ആ സ്റ്റേജ് ഫിയറൊക്കെ ഒരുവിധം മാറി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം നാടകത്തിലെ ഒരു നടിക്ക് എന്തോ അസൗകര്യം വരികയും അങ്ങനെ സ്റ്റേജ് മാനേജർ തിങ്കരിയോട് പറഞ്ഞു, നിൻ്റെ സമയം വന്നിരിക്കുകയാണ് ഈ റോളിൽ. അപ്പോൾ ഈ തിങ്കരി ഈ നടിയുടെ കൂടെ നിന്നിട്ടുണ്ട് പല നാടകങ്ങളിലും. ഈ നടിയുടെ കൂടെ തോഴിയായിട്ടൊക്കെ നിന്ന് ഈ നാടക നടിയുടെ അഭിനയത്തെയും ആ ഡയലോഗൊക്കെ തിങ്കരിക്ക് നന്നായിട്ട് അറിയാം. അപ്പം അതുകൊണ്ട് സ്റ്റേജ് മാനേജർ പറഞ്ഞു, അടുത്ത നാടകത്തിൽ, അതായത് അടുത്ത സ്റ്റേജ് കയറുമ്പോൾ നീയാണ് ഈ നടിയുടെ റോളിൽ നീയാണ് അഭിനയിക്കേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക വ്യത്യാസം എന്ന് വെച്ചാൽ ആ നടിക്ക് ആ റോളിൻ്റെ ഒരു പ്രത്യേകത പാട്ട് പാടണം, വേദിയിൽ പാട്ട് പാടണം എന്നുള്ളത് വലിയൊരു ഇതായിരുന്നു. അതാണ് ആദ്യമായി സ്റ്റേജിൽ ഒരു അവസരം കിട്ടിയപ്പോൾ പോലും പാട്ട് പാടണം എന്നുള്ളതായിരുന്നു. അങ്ങനെ ആ നടിക്ക് പകരം തിങ്കരി സ്റ്റേജിലെത്തുകയും ഗാനം ആലപിക്കുകയും ചെയ്തു. ആ നടി അത് പാടുമ്പോൾ പ്രേക്ഷകർ അത് കേൾക്കും എന്നുള്ളതല്ലാതെ മറ്റ് റെസ്പോൺസൊന്നും ഉണ്ടായില്ല. ആദ്യമായിട്ടാണ് ഒരു നടി സ്റ്റേജിൽ പാട്ട് പാടുമ്പോൾ ആ പാട്ടിന് കയ്യടി കിട്ടുന്നത് ആദ്യമായിട്ടാണ്. അത് തിങ്കരി പാടിയപ്പോഴാണ് കയ്യടി കിട്ടിയത്. അപ്പോൾ മാത്രമല്ല, അതിൻ്റെ ഏറ്റവും വലിയൊരു തമാശ, ഈ പാട്ട് ഒന്നുകൂടെ പാടണം എന്ന് പറഞ്ഞ് പ്രേക്ഷകൻ ആവശ്യപ്പെടാൻ തുടങ്ങി. അപ്പോൾ എന്തോ ഒരു കഥാപാത്രം ആ റോള് റിവൈൻഡ് ചെയ്ത പോലെ അഭിനയിക്കേണ്ടി വരികയാണ്. വീണ്ടും ആ റോള് തന്നെ ഒന്നുകൂടെ, ആ പാട്ട് ഒന്നുകൂടെ വേദിയിൽ പാടേണ്ടി വരികയാണ്. അപ്പോൾ ഇത് ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെ ഒരു അനുഭവം. ഇത് സ്റ്റേജ് മാനേജർ ഗിരീഷ് ചന്ദ്ര ഘോഷ് ഉൾപ്പെടെയുള്ളവർക്ക് അത്ഭുതമായി. കാര്യം ഒരിക്കലും ഒരു റോളിൽ, ആ നാടകത്തിലെ ഒരു റോളിൽ വീണ്ടും അത് വൺസ് മോർ എന്നുള്ളൊരു വിളി ഉണ്ടാകാറില്ല. ആ നാടകം കണ്ടുപോകും. ഇവിടെ വൺസ് മോർ എന്നുള്ള വേദിയിൽ നിന്ന്, അല്ലെങ്കിൽ ആ പ്രേക്ഷകരിൽ നിന്ന് വിളി കേട്ടിട്ട് ഈ തിങ്കരിയുടെ ഈ പാട്ട് നാടകത്തിൽ വീണ്ടും പാടേണ്ടി വന്നൊരു സാഹചര്യം തിങ്കരിക്ക് കിട്ടി. അപ്പോൾ ഗിരീഷ് ചന്ദ്ര ഘോഷ് വളരെ സന്തോഷവാനായിട്ട് ആദ്യമായിട്ട് തിങ്കരിക്ക് 1 രൂപയുടെ ഒരു നാണയം അത് തിങ്കരിക്ക് പ്രതിഫലമായിട്ട് കൊടുത്തു. അപ്പോൾ തിങ്കരി പിന്നീട് പറയുന്നത്, തൻ്റെ മരണം വരെ തൻ്റെ പേഴ്സിൽ ആ 1 രൂപ ഉണ്ടായിരുന്നു. അത് ഒരു കാരണവശാലും ആ 1 രൂപ ചിലവാക്കാതെ തൻ്റെ ആ മടിശീലയിൽ ആ 1 രൂപ തൻ്റെ മരണം വരെ തിങ്കരി സൂക്ഷിച്ചിരുന്നു എന്നാണ് പറയുന്നത്. 1887 സ്റ്റാർ തിയേറ്റർ വീണ്ടും മറ്റൊരു, അപ്പോൾ ഭഗവാന്റെ ദേഹത്യാഗത്തിന് ശേഷം 1887 സ്റ്റാർ തിയേറ്റർ, അതുവരെ സ്റ്റാർ തിയേറ്ററായിട്ടാണ് വന്നിരുന്നത്. ആ സ്റ്റാർ തിയേറ്റർ മറ്റൊരു ധനികനായ ഒരാൾ വിലയ്ക്ക് വാങ്ങി. അപ്പോൾ അയാൾ ആ സ്റ്റാർ തിയേറ്ററിൻ്റെ പേര് മാറ്റിയിട്ട് എമറാൾഡ് എന്നുള്ള പേരാക്കി. എമറാൾഡ് എന്നുള്ള പേരിലേക്ക് ആ കമ്പനിയുടെ പേര് മാറി. എന്നിട്ട് പഴയ സ്റ്റാർ തിയേറ്റർ സ്റ്റാർ തിയേറ്റർ വിറ്റവർ ആ പണം ഉപയോഗിച്ചിട്ട് വേറൊരു തിയേറ്റർ, ഗിരീഷ് ചന്ദ്ര ഘോഷും എല്ലാം കൂടെ ചേർന്ന് വേറൊരു തിയേറ്റർ പുതിയതായിട്ട് നിർമ്മിക്കാൻ തീരുമാനമെടുത്തു. അപ്പോൾ നിർമ്മിക്കാൻ തീരുമാനമെടുത്ത സന്ദർഭത്തിൽ തിങ്കരി ഈ പുതിയതായി വാങ്ങിയ നാടക എമറാൾഡുകാരുടെ കൂടെ പോയില്ല, പകരം ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ കൂടെ തന്നെ നിലനിന്നു. അപ്പോഴാണ് ഇത് എമറാൾഡുകാരെ സംബന്ധിച്ച് കൂടുതൽ പണം നൽകാൻ തയ്യാറായിരുന്നു.
പക്ഷെ തിങ്കരിക്ക് അതിനോട് താല്പര്യം തോന്നിയില്ല. കാര്യം ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ കൂടെ അഭിനയിക്കണം, അല്ലെങ്കിൽ ആ നാടകസമിതിയിൽ മതി എന്നുള്ളൊരാഗ്രഹം തിങ്കരിക്കുണ്ടായിരുന്നു. പക്ഷെ തിങ്കരിയുടെ അമ്മയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ സങ്കടകരമായി. കാര്യം കൂടുതൽ പണം കിട്ടുന്ന ഒരു ഇതിലേക്ക് അവസരം കിട്ടിയിട്ട് മകൾ അതിന് അനുവദിച്ചില്ല, അല്ലെങ്കിൽ അതിന് തയ്യാറായില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് വളരെ സങ്കടം തോന്നി. അമ്മയ്ക്കത് ഇത് വന്നിരുന്നു, ഈ എമറാൾഡ് കൂടെ അഭിനയിക്കണമെന്ന്. പക്ഷേ സ്റ്റാർ തിയേറ്ററുകാരുടെ ആ പഴയ ഗ്രൂപ്പിൻ്റെ കൂടെ തന്നെ തിങ്കരി ഉറച്ചു നിന്നു. പക്ഷെ വേറൊരു പ്രശ്നം വന്നത്, പുതിയ നാടക സമിതി രൂപീകരിച്ച് അവിടെ ഒരു തിയേറ്റർ നിർമ്മിക്കുന്നതിനുള്ള സമയം കുറച്ച് അധികം വേണ്ടി വരും. ഇപ്പോൾ ഈ ഇടക്കാലം എന്ന് പറയുന്നത് അഭിനയിക്കാതിരിക്കുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഒരു ടൂറിംഗ് നാടക സമിതിയായിട്ട് ഇത് മാറി. ഗിരീഷ് ചന്ദ്ര ഘോഷിൻ്റെ കൂടെയുള്ള ആ നാടക സംഘം ഒരു ടൂറിംഗ് നാടക സംഘമായിട്ട് മാറാൻ തീരുമാനിച്ചിട്ട് അങ്ങനെയാണ് അവർ ആ തീരുമാനമെടുത്തത്. അങ്ങനെ അവർ ആദ്യത്തെ നാടകം ഇന്നത്തെ ബംഗ്ലാദേശിൻ്റെ തലസ്ഥാനമായ ധാക്കയിലേക്കാണ് അവർ അഭിനയിക്കാൻ പോയത്. പക്ഷെ ഈ തിങ്കരിയുടെ അമ്മ ഒരു കാരണവശാലും തിങ്കരിയെ ആ നാടക കമ്പനിയുടെ കൂടെ, ടൂറിംഗ് നാടക കമ്പനിയുടെ കൂടെ അയക്കാൻ തയ്യാറായില്ല. അങ്ങനെ തിങ്കരിക്ക് ആ നാടകത്തിൻ്റെ കൂടെ പിന്നീട് സഹകരിക്കാൻ കഴിയാതെ വന്നു. അപ്പം നിലവിലുണ്ടായിരുന്ന ആ നാടക കമ്പനിയുമായിട്ടും സഹകരിക്കാൻ കഴിഞ്ഞില്ല, കൂടാതെ പുതിയ ഒരു നാടക കമ്പനിയുടെ കൂടെ പോകാനും കഴിഞ്ഞില്ല. ഈ സന്ദർഭത്തിലാണ് വിനോദിനി ദാസിയോടൊപ്പം തിങ്കരി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശാരദാദേവിയെ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ തൻ്റെ ആ ശാരദാദേവിയെ കാണാൻ പോകാനുണ്ടായ ഒരു സാഹചര്യം ഇതായിരുന്നു. നിലവിലുണ്ടായിരുന്ന ഒരു നാടക അഭിനയ മേഖലയിൽ തുടരാൻ കഴിയാതെ വരികയും പുതിയ നാടകത്തിലേക്ക് പോകാൻ പറ്റാതെ വരികയും ചെയ്തപ്പോൾ, അതിന് അമ്മ സമ്മതിക്കാതിരുന്ന് ചെയ്തപ്പോൾ വിനോദിനി ദാസിയാണ് തിങ്കരിയോട് പറഞ്ഞത്, ഒരമ്മയുണ്ട്, നീ ആ അമ്മയെ പോയി കാണും, ആ അമ്മ പറയുന്നത് പോലെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇവൾ തിങ്കരി ശാരദാദേവിയെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉദ്ബോധനിൽ ശാരദാദേവിയെ കാണാൻ ചെല്ലുന്നത്. ശാരദാദേവിയെ കാണാൻ ചെന്നപ്പോഴാണ് നമ്മൾ പറഞ്ഞ പോലെ അമ്മ ഇവളെ അനുഗ്രഹിച്ചത്, നിൻ്റെ മരണം വരെ നീ സ്റ്റേജിലുണ്ടായിരിക്കും എന്ന് പറഞ്ഞത്, നിൻ്റെ അഭിനയത്തിൽ നിനക്ക് നിലനിന്ന് പോകാൻ പറ്റും എന്നുള്ള ധൈര്യം ആ അമ്മ കൊടുത്ത, ശാരദാദേവി നൽകിയ ധൈര്യമാണ് പിന്നീട് നമ്മൾ 1912 വരെ തിങ്കരിയുടെ ജീവിതാവസാനം വരെ നാടക മേഖലയിൽ നിലനിൽക്കാൻ തിങ്കരിയെ സഹായിച്ചത്. അതാണ് ഒരു നാടക നടിയുടെ ജീവിതത്തിൽ എത്രമാത്രമാണ് അമ്മയുടെ അനുഗ്രഹം ഉണ്ടായതെന്നുള്ളതിൻ്റെ, അങ്ങനെയാണ് ഈ ഭഗവാനുമായിട്ടുള്ള ആ ഒരു സഹവാസം മറ്റുള്ളവർക്ക് ഈ നാടക മേഖലയിലാണെങ്കിൽ പോലും ഈ 3 നടിമാർ ഇന്നും പ്രസക്തമായി മാറുന്നത്, അവരുടെ ജീവിതം പ്രസക്തമായി മാറുന്നത് ഭഗവാനോടും മാതൃദേവിയോടുമുള്ള അവരുടെ ഭക്തി. അതാണ് ഈ 3 നടിമാരുടെ ജീവിതകഥ നമ്മെ പഠിപ്പിക്കുന്നത്. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ സർ. നമസ്തേ നമസ്തേ നമസ്തേ. നാമം ജപിക്കാം.